ദേവാമൃതം. നമസ്കാരം. നമുക്ക് ചുറ്റും നാം കാണുന്നവയെല്ലാം തന്നെ പല വിധത്തിലുള്ള പരിവർത്തനങ്ങളിലൂടെ പൂർണ്ണത വന്നതാണ്. ഇവയെല്ലാം വാനോളം ആസ്വദിക്കുകയും അറിയുകയും ചെയ്യുന്ന നാം മനുഷ്യർ അറിയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഇവയെല്ലാം പൂർണ്ണത എത്തിയത് എന്ന് നാം കാണുമ്പോൾ ഇനിയും മെച്ചപ്പെട്ട നിലയിൽ അത് മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെയാണ് നമ്മുടെ അധിപനായ ഈശ്വര ചൈതന്യത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കേണ്ടത്. ഈ വിശ്വാസത്തിൻ്റെ ഏടുകളിലേക്ക് നമ്മെ ഏറെ അടുപ്പിക്കുന്ന ദേവാമൃതത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് ശ്രവിക്കാം ഗുരുവരുൾ. ദേവാമൃതം. എല്ലാവർക്കും സാദര പ്രണാമങ്ങൾ. ഈ ബ്രഹ്മ സത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അത് അണുക്കളിൽ വെച്ച് ഏറ്റവും അണുവാണ്, മഹത്തിൽ വെച്ച് ഏറ്റവും മഹത്വമാണ്. അണോരണീയാൻ മഹതോ മഹീയാൻ എന്ന് ശ്രുതി പറയുന്നുണ്ട്. ഒരു ആലിൻ്റെ വൃക്ഷമെടുത്ത് ആലിൻ്റെ ഒരു കുരുവെടുത്ത് ആ കുരുവിനെ പൊളന്നു കഴിഞ്ഞാൽ അതിലൊന്നും കാണാൻ സാധിക്കുകയില്ല, ശൂന്യമായിരിക്കുന്നു. എത്രയും ചെറുതാണ് ആലിൻ്റെ വിത്ത് കുരു. അതൊന്ന് പിളർന്ന് നോക്കിയാൽ അതിലൊന്നും കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ വിത്തിൽ തന്നെയാണ് ഒരു വലിയ ആൽമരവും ആ ആൽമരത്തിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത വിത്തുകളും അതിനോട് ചേർന്ന് എണ്ണിയാലൊടുങ്ങാത്ത ആൽമരങ്ങളും അങ്ങനെ പടർന്ന് പന്തലിച്ച് വ്യാപ്തമായി നിൽക്കുന്നത്. അതേപോലെ ആത്മാവിനെക്കുറിച്ച് വിചിന്തനം ചെയ്താൽ ആത്മാവ് സൂക്ഷ്മ തരമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ മഹതോ മഹീയാൻ മഹത്തിൽ വെച്ച് ഏറ്റവും മഹത്തായി നിൽക്കുകയാണ് ആത്മാവ്. ആത്മാവിനെ ബ്രഹ്മം എന്ന് പറയും. ബ്രഹ്മതി അനേന ഇത് ബ്രഹ്മ. എല്ലാറ്റിനെയും അതിവർത്തിച്ച് നിൽക്കുന്ന യാതൊന്നുണ്ടോ അതാണ് ബ്രഹ്മം. ഈ പാഞ്ചഭൗതികമായ ദൃശ്യപ്രപഞ്ചം, സബരിയുധാതി നിഖില സകല പ്രപഞ്ചം, അതിനെ എല്ലാറ്റിനെയും അതിവർത്തിച്ച് നിൽക്കുന്നതാണ് ആ ബ്രഹ്മ സത്യം എന്നുള്ളത്. ഇരുഭാഗമായി അണുവും അഖണ്ഡവും നിലകൊള്ളുകയാണ്. ഉണ്ട് ഇല്ല എന്നുള്ള നിലയോടുകൂടി നിൽക്കുകയാണ്. അണയും. ഇത് സത്യസാക്ഷാത്കാര അനുഭവ തലം വരുമ്പോൾ ഇത് അണയും. അണഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അണയും അനന്തരം അസ്ഥി നാസ്തി എന്നീ അസ്ഥി ഉണ്ട് ഇല്ല എന്നുള്ള ആ നിലയും അറ്റുപോകും എന്ന് പറയുകയാണ്. അണുവും അഖണ്ഡവും അസ്ഥി നാസ്തി എന്നിങ്ങനെ വിലസും നിരുഭാഗമായി രണ്ടും. അണയും അനന്തരം അസ്ഥി നാസ്തി എന്നീ അനുഭവവും നിലയറ്റ് നിന്നു പോകും. ആ അനുഭവവും നിലയറ്റ് നിന്നു പോകുന്ന പാരമാർത്ഥികമായ തലത്തിലെത്തിച്ചേരുമെന്നാണ്. ആ പാരമാർത്ഥികമായ തലത്തിലെത്തിച്ചേരാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് മംഗളങ്ങൾ അർപ്പിക്കുന്നു. നമോ വാഹ. ദേവാമൃതം.